ശിവഗിരി മഠം സ്വാമിയും ഡയറക്ടർ സ്ഥാനത്തുള്ള ആളുമായ സ്വാമി സാന്ദ്രാനന്ദ സർക്കാർ പുറമ്പോക്കിൽ നിന്ന് തേക്കുമരങ്ങൾ മോഷ്ടിച്ച് മുറിച്ച് കടത്തിയെന്ന് കേസ്. അരൂപ്പുറം ക്ഷേത്രത്തിന്റെ സർക്കാർ പുറമ്പോക്കിലാണ് മരമുറി നടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സ്വാമി സാന്ദ്രാനന്ദയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തു. ശിവഗിരി മഠത്തിന് കീഴിലുള്ള അരൂപ്പുറം മഠത്തിന്റെ സെക്രട്ടറിയാണ് സാന്ദ്രാനന്ദ. ഗുരുവിന്റെ ഓർമ്മകൾ പേറുന്ന ഭക്തർ പാവനമായി കാണുന്ന ക്ഷേത്ര സങ്കേതത്തിലെ മരങ്ങളും തണലുമാണ് നശിപ്പിച്ചിരിക്കുന്നത്. മരം മുറിച്ച് കടത്തുകയായിരുന്നു. ഒന്നാം പ്രതിയായ സ്വാമി സാന്ദ്രാനന്ദയും 2ഉം 3ഉം പ്രതികളും ചേർന്ന് തേക്കുമരങ്ങൾ മോഷണം നടത്തണമെന്ന ലക്ഷ്യത്തോടെ ക്ഷേത്രവനത്തിലേക്ക് അതിക്രമിച്ചു കയറി തേക്കുമരങ്ങൾ ആളെ വെച്ച് മുറിപ്പിച്ചു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. 10 ലക്ഷം രൂപ വില വരുന്ന 15 തേക്ക് മരങ്ങളാണ് ഇത്തരത്തിൽ ക്ഷേത്ര സങ്കേതത്തിൽ നിന്നും കൊള്ള നടത്തി മുറിച്ച് നശിപ്പിച്ചത്. ഇപ്പോൾ ഇതിനെതിരെ ഭക്തർ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. 2024 മെയ് 6 ശിവക്ഷേത്രത്തിന് വെളിപ്പാടകലെ, അതായത് ഭൈരവൻ ശാന്തി സമാധി പീഠത്തിന് സമീപവും നെയ്യാർകരയിലെ ഗുഹാ പരിസരത്തും സർക്കാർ ആയുർവേദ ആശുപത്രി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന് സമീപമുള്ള സർക്കാർ ഭൂമിയിൽ, ഗവൺമെൻറ് സർക്കാർ ഭൂമിയിൽ നിന്നിരുന്ന തേക്ക് മരങ്ങൾ മഠം സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ മുറിച്ച് കടത്തിയത് നാട്ടുകാർ തടഞ്ഞു. ബഹുമാനപ്പെട്ട നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശം നമ്മൾ കോടതിയെ സമീപിച്ചു. കോടതിയുടെ നിർദ്ദേശപ്രകാരം അവരന്വേഷണം നടത്തിയിട്ട് ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി ഈ കേസിൽ ഉത്തരവാദിയായ അരീപ്പുറം മഠം സെക്രട്ടറി സാന്ദ്രാനന്ദയെ മുഖ്യപ്രതിയായും കൂട്ടാളികളെ മറ്റ് പ്രതികളായും ചേർത്ത് എഫ്ഐആർ ഇട്ട് 11/7/2024 ക്രൈം 457/2024 നമ്പരായി കേസ് രജിസ്റ്റർ ചെയ്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനോ മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനോ ബന്ധപ്പെട്ട പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. സർക്കാരിന് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തിവെച്ച ഈ തടി മോഷണ കേസിൽ സർക്കാർ വകുപ്പുകൾ പലവിധ സ്വാധീനത്താൽ നിഷ്ക്രിയരാണ്. കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ, അതായത് 15ഓളം പ്രതിസ്ഥാനത്തുള്ള ആളാണ് അരീപ്പുറം മഠം സെക്രട്ടറി ആയിരിക്കുന്ന സാന്ദ്രാനന്ദ. അതിനെ സംബന്ധിച്ച് ഉള്ള രേഖകൾ ഞാനിവിടെ ഇവിടെ തന്നിട്ടുണ്ട്. ഗുരുവിൻ്റെ ധർമ്മമാർഗം വെടിഞ്ഞ് അധമസഞ്ചാരം നടത്തി നിരന്തരം നിയമലംഘനം നടത്തുന്ന ജാമ്യമില്ലാ വകുപ്പിൽ പ്രതിസ്ഥാനത്തുള്ള അരീപ്പുറം മഠം സെക്രട്ടറിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന് ചെയ്ത് ബഹുമാനപ്പെട്ട ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ഡയറക്ടർ ബോർഡിൽ നിന്നും ഇദ്ദേഹത്തെ നീക്കി ഈ സന്യാസി സംഘത്തിൽ നിന്ന് ഇദ്ദേഹത്തെ പുറത്താക്കണമെന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടുവാനുള്ളത്. ആംസ് ആക്ട്, മോഷണം ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ പ്രതിസ്ഥാനത്തുള്ള സാന്ദ്രാനന്ദയെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്നും കാപ്പ ഉൾപ്പെടെയുള്ള നിയമം ചുമത്തി നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട സർക്കാരിനോടും ആഭ്യന്തര വകുപ്പിനോടും വിനയപൂർവ്വം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അരുവിപ്പുറം പൈതൃക ഭൂമിയിൽ നടക്കുന്ന പകൽ കൊള്ളയ്ക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകണം. ഉണ്ടായില്ലെങ്കിൽ പൊതുജന പങ്കാളിത്തത്തോടെ പ്രത്യക്ഷ സമര പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനാണ് ആലോചിക്കുന്നത്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ല. സ്വാമി ഒളിവിൽ പോയിരിക്കുന്നുവെന്നും അറിയുന്നു. പ്രതികൾക്ക് മുൻകൂർ ജാമ്യം ലഭിക്കാൻ പോലീസ് ഒത്താശ ചെയ്ത് നൽകുന്നുവെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.